പൊടിച്ചെടുക്കുന്നുണ്ട്. ഒരു 5ഓ 7ഓ ബ്രെഡ് എടുക്കാവുന്നതാണ്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി ഈ ഒരു ബ്രെഡ് പൊടിച്ചതിലേക്ക് നമുക്ക് ബോൺലെസ് ചിക്കനാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല പൗഡർ, പെപ്പർ പൗഡർ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇനിയിപ്പോൾ ജിഞ്ചർ പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ വേണ്ടത് സോയാ സോസാണ്. ഒരു 2 ടേബിൾ സ്പൂണോളം സോയാ സോസും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. പിന്നെ അരയ്ക്കുന്ന ടൈമിൽ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കേണ്ടതായിരുന്നു. അപ്പോൾ ഞാനത് ചേർക്കാൻ വിട്ടത് കൊണ്ട് ഈ ഒരു ടൈമിലാണ് കേട്ടോ ചേർത്തത്. എന്നിട്ട് നല്ലതുപോലെ നമുക്കിത് ഷേപ്പാക്കി എടുക്കാം. ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ചിക്കൻ നഗറ്റ്സ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു സ്ക്വയർ ഷേപ്പിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്കൊന്ന് സെറ്റ് ആവാൻ വേണ്ടി ഫ്രീസറിലേക്ക് 1 മണിക്കൂറോളം ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ സാധാരണ നമ്മളെല്ലാം ഫ്രൈ ചെയ്യുന്ന പോലെ ആ ഒരു മുട്ട ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. നേരത്തെ പുഡിംഗ് ചെയ്തപ്പോൾ മാറ്റിയ ആ ഒരു ബ്രെഡ് സ്ലൈസിൻ്റെ അരികുണ്ടല്ലോ, അതാണ് കേട്ടോ ഒന്ന് പൊടി